ദ ജേർണലിസ്റ്റിലേക്ക് മുല്ലമാർ രാജ്യം വിടണം. ഇതാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി അടക്കമുള്ള ഭരണകൂടം പരിപൂർണമായി ഭരണം വിട്ടൊഴിയണം എന്നും 1979 പുറത്താക്കപ്പെട്ട ഷാ ഭരണകൂടത്തിൻ്റെ പിന്തുടർച്ചക്കാർ ഭരണത്തിലേറണമെന്നുമാണ് ഇറാനിലെ ഒരു കൂട്ടം ആളുകൾ ആവശ്യപ്പെടുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കൂട്ടം ആളുകൾ ആവശ്യപ്പെടുന്നത്. ബംഗ്ലാദേശിലും നേപ്പാളിലുമൊക്കെ സംഭവിച്ചതുപോലെ ജൻസി കലാപം എന്ന നിലയിൽ അതിൻ്റെ മറ്റൊരു രൂപമാണ് ഇറാനിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറാനിൽ ഒരു വലിയ ഭരണ അട്ടിമറി നടക്കുമെന്നും ഏത് നിമിഷവും ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖാംനെയി അടക്കമുള്ളവർ രാജിവെച്ച് ഒഴിയേണ്ടി വരുമെന്നും ജനകീയ പ്രക്ഷോഭം ഭരണകൂടത്തെ വിറപ്പിച്ച് താഴെയിടുമെന്നുമൊക്കെയാണ് പാശ്ചാത്യ മാധ്യമങ്ങളും ചാനലുകളും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് അമേരിക്കയുടെ കൃത്യമായ അജണ്ടയാണ് എന്ന നിലയിൽ ഇറാനെ തകർക്കാനുള്ള ഇസ്രായേലും കൂടി അറിഞ്ഞുകൊണ്ടുള്ള ചില നീക്കങ്ങളാണ് എന്ന നിലയിൽ പല പ്രചാരണങ്ങളും നടന്നുകൊണ്ടിരിക്കെ പൊടുന്നനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രത്യക്ഷപ്പെട്ട് ഇറാൻ ഭരണകൂടത്തിന് ഒരു വലിയ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം പങ്കുവച്ച പോസ്റ്റ് നോക്കുക. ഇഫ് ഇറാൻ ഷോട്ട്സ് ആൻഡ് വയലൻ്റ്ലി കിൽസ് പീസ്ഫുൾ പ്രൊട്ടസ്റ്റേഴ്സ് which is their custom, the United States of America will come to their rescue. We are locked and loaded and ready to go. Thank you for your attention to this matter, President Donald J. Trump എന്നാണ് പറയുന്നത്. അതായത് ഇറാനിലെ പ്രക്ഷോഭകാരികളെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാനോ വെടിവെക്കാനോ അവരെ അടിച്ചമർത്താനോ വയലൻ്റായ രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ, ഭരണകൂടം അങ്ങനെ ചെയ്താൽ അമേരിക്ക നേരിട്ട് ഇറാനിലെത്തി ഈ പ്രതിഷേധക്കാരെ സംരക്ഷിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. വി ആർ ലോക്ക്ഡ് ആൻഡ് ലോഡഡ് ആൻഡ് റെഡി ടു ഗോ എന്നാണ് ഭീഷണി. അതായത് എവിടെയൊക്കെ എത്തണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി ഞങ്ങൾ ലോക്ക് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ആയുധങ്ങൾ ലോഡ് ചെയ്തിട്ടുണ്ട്, ഏത് നിമിഷവും എത്താൻ ഞങ്ങൾ സജ്ജരാണ് എന്ന് ട്രംപ് പറയുമ്പോൾ ഇറാനിലെ ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന ഈ കലാപം അത് അമേരിക്കയ്ക്ക് ഗുണകരമാകുന്ന ഒന്ന് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇറാൻ ഭരണകൂടത്തിൻ്റെ ചെയ്തികൾ അത്രയും അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നതായിരുന്നു. ഇറാൻ ഭരണകൂടത്തിൻ്റെ ആണവ സമ്പുഷ്ടീകരണ നയമടക്കം പുതുതായി ബലിസ്റ്റിക് മിസൈലുകളും അത്യാധുനിക ആയുധങ്ങളും നിർമ്മിക്കുന്നതടക്കമുള്ള വിഷയങ്ങളിൽ ഇസ്രായേലിന് വലിയ ആശങ്കയുണ്ടായിരുന്നു. അവ തകർക്കണമെന്ന് ഇസ്രായേൽ കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയോട് ആവശ്യപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട് നിർണായക ചർച്ചകൾ നടക്കുകയും ഇസ്രായേൽ സൈന്യം ഇറാനിലേക്ക് കടന്നുകയറി ആക്രമിക്കുമെന്ന ഘട്ടം അതിലേക്ക് എത്തുന്നു എന്ന വിവരങ്ങൾ വരികയും ചെയ്യുന്ന അതേ സമയത്താണ് 6 ദിവസം മുമ്പ് ഇറാനിലൊരു കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. ആദ്യം ചില കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ചില തെരുവുകളിലും മാർക്കറ്റുകളിലുമൊക്കെയാണ് ഈ പ്രക്ഷോഭം രൂപം കൊണ്ടത് എങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 30-ലേറെ ഏരിയകളിൽ, അതായത് ഇറാൻ്റെ തന്ത്രപ്രധാനമായ 30-ലധികം പ്രദേശങ്ങളിലേക്ക് ഈ പ്രക്ഷോഭം വ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായ വെടിവെപ്പിൽ വ്യാപകമായ ആൾനാശം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 6 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറം മരണസംഖ്യ കുതിച്ചുയർന്നേക്കുമെന്നു തന്നെയാണ് പുറത്തു വരുന്ന വിവരം. ഇങ്ങനെയൊരു സാഹചര്യം തന്നെയാണ് അമേരിക്ക കാത്തിരുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് സായുധമായി ഇറാനെ തകർക്കാൻ, ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കാൻ, ഇറാൻ്റെ ഭരണകൂടത്തെ ഇല്ലാതാക്കാനുള്ള പല ശ്രമങ്ങളും നടന്നുവെങ്കിലും അതൊന്നും എങ്ങും എത്തിയില്ല. എന്ന് മാത്രമല്ല, ഇസ്രായേൽ കടന്നുകയറി ആക്രമിച്ചിട്ട് വലിയ തിരിച്ചടി ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സായുധമായി കൂടുതൽ കരുത്തരായ ഇറാനെ പൊടുന്നനെ ആക്രമിച്ച് ഇല്ലാതാക്കിയാൻ ശ്രമിച്ചാൽ അത് ഭയാനകമായ തിരിച്ചടികൾക്ക് കാരണമായേക്കുമെന്ന ഭീതി അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു കലാപം ഇറാനിൽ പുറപ്പെടുന്നത്. സ്വാഭാവികമായും ഇത് അമേരിക്കയ്ക്ക് പറ്റിയ ഒരു അവസരമാണ്. ഒരുപക്ഷെ പലരും വിലയിരുത്തുന്നത് പോലെ അമേരിക്കയുടെ ചാരപ്രവൃത്തികൾ, മൊസാദിൻ്റെ ഇടപെടലുകൾ ഒക്കെ ഈ കലാപത്തിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിലെ ഒരു അവസരം അത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള തീവ്ര ശ്രമത്തിലാണ് അമേരിക്ക ഉള്ളത്. അമേരിക്കൻ സൈന്യം ഇറാനിലേക്ക് ചെന്നുകൊണ്ട് ഇറാനിലെ പ്രക്ഷോഭകരെ പിന്തുണയ്ക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ അത്
ഇറാനിലെ പ്രശ്നങ്ങൾ ആളിക്കത്തിക്കാനുള്ള നീക്കമാണ്, അല്ലെങ്കിൽ പ്രക്ഷോഭകർ ഭരണകൂടത്തിനെതിരെ കൂടുതൽ ശക്തമായി നീങ്ങാനുള്ള ഒരു മരുന്നാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? അപ്പോൾ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധം, പ്രക്ഷോഭം, ആഭ്യന്തര കലാപം അമേരിക്ക ഉദ്ദേശിച്ചത് തന്നെയാണ്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഗുണകരമാകുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി ഈ വിഷയം നിരന്തരമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേസമയം ഇറാനിയൻ TV അടക്കമുള്ള അവരുടെ മാധ്യമങ്ങൾ പറയുന്നത് പോലുള്ള വലിയ പ്രശ്നങ്ങളൊന്നും അവിടെയില്ല. ഇതിന് പിന്നിൽ ചില പ്രത്യേക കേന്ദ്രങ്ങളുണ്ട് എന്ന് മാത്രമല്ല, ഈ പ്രക്ഷോഭകരെ നിയന്ത്രിക്കാൻ തങ്ങൾക്ക് കഴിയും, അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇറാൻ ഭരണകൂടം പറയുന്നത്. എന്താണ് ഇത്തരമൊരു പ്രധാനപ്പെട്ട പ്രശ്നത്തിന് കാരണം? ഇങ്ങനെയൊരു വലിയ പ്രതിസന്ധി, പ്രക്ഷോഭം ഇറാനിൽ ഉണ്ടാകുന്നതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ അത് ഇറാനിൽ കുതിച്ചുയരുന്ന ജീവിത ചെലവാണ്. ഇറാനെതിരെ അമേരിക്ക ഉൾപ്പെടെ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ വലിയ ഉപരോധം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഔദ്യോഗിക കറൻസി ആയിട്ടുള്ള ഇറാനിയൻ കറൻസിയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തെഹ്റാനിലെ ഗ്രാൻഡ് ബസാറിലെ വ്യാപാരികൾ ജോലി ബഹിഷ്കരിച്ചതോടെയാണ് ഈ സമരങ്ങൾ തുടരുന്നത്. ജീവിത ചെലവ് കുതിച്ചുയരുകയാണ്. കച്ചവടം നടത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഒരു മാർക്കറ്റിലൊരു സമരം ആദ്യം ആരംഭിച്ചു. പിന്നീട് അത് പലയിടങ്ങളിലേക്കും വ്യാപിച്ചു. ഭരണകൂടം ഞങ്ങൾക്ക് വേണ്ടതൊന്നും തരുന്നില്ല എന്ന പ്രചാരണം ശക്തമായി. ചില കേന്ദ്രങ്ങളിൽ ബോധപൂർവമായ ആക്രമണം നടന്നു. അതിനിടയിൽ അവിടുത്തെ ഒരു സർക്കാർ കെട്ടിടം, ഫാർ പ്രവിശ്യയിലെ സർക്കാർ കെട്ടിടം ഉപരോധിക്കാൻ ശ്രമിച്ച ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർക്കുന്ന സാഹചര്യമുണ്ടായി സുരക്ഷാസേന. അങ്ങനെ ആ ആക്രമണങ്ങൾ പടർന്ന് പല മേഖലകളിലേക്കും എത്തി. ഏതാണ്ടിപ്പോൾ 30-ലധികം പ്രധാനപ്പെട്ട ഇറാനിയൻ കേന്ദ്രങ്ങളിൽ വലിയ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. ഡിസംബറിൽ നാണ്യപ്പെരുപ്പം 42.5% ഉയർന്നു. ഭക്ഷണത്തിനും വീട്ടുസാധനങ്ങൾക്കും വൻ വിലയായി. വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയതോടെ പ്രക്ഷോഭം അതിവേഗത്തിൽ കത്തിപ്പടർന്നു. പ്രക്ഷോഭത്തെ തുടർന്ന് പുതിയ സാമ്പത്തിക നടപടികൾ പ്രഖ്യാപിക്കുകയും സെൻട്രൽ ബാങ്ക് ഓഫ് ഇറാൻ പുതിയ ഗവർണറെ നിയമിക്കുകയും ചെയ്തുവെങ്കിലും പരിപൂർണമായ പരിഹാരം ഉണ്ടായിട്ടില്ല. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഭരണകൂടം ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രതിഷേധങ്ങൾ പൂർണ്ണമായും അടങ്ങിയിട്ടില്ല. ഈ പ്രതിഷേധങ്ങൾ പടരുന്നത് വലിയ ഗൗരവത്തോടെയാണ് കാണുന്നത് ഭരണകൂടം. ഇതിനിടെ ട്രേഡ് യൂണിയൻ പ്രതിനിധികളും വ്യാപാരികളും സർക്കാരുമൊക്കെ ആയിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും എങ്ങും എത്തുന്നില്ല. ഈ ഘട്ടത്തിലാണ് എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ ട്രംപ് രംഗത്തിറങ്ങിയിട്ട് പ്രതിഷേധക്കാർക്ക് എല്ലാ പിന്തുണയും ഞങ്ങൾ നൽകും എന്ന് പറയുന്നത്. ഇതിന് പിന്നിൽ പല ഗൂഢാലോചനകളും ഗൂഢ ഉദ്ദേശങ്ങളും ഉണ്ട് എന്ന് സംശയിക്കുന്ന വിധത്തിലാണ് ട്രംപിൻ്റെ ഇടപെടൽ. എന്തായാലും ഇറാനിൽ പ്രക്ഷോഭകാരികളെ അടിച്ചമർത്തിക്കൊണ്ട് ഖമനേയി ഭരണകൂടം ഭരണം നിലനിർത്തുമോ, അതോ അതിഭയാനകമായ പ്രക്ഷോഭത്തിൽ ഭരണകൂടം താഴെ വീഴുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് നിരവധി സംഭവ ബഹുലമായ കാര്യങ്ങളാണ് ഇറാനിൽ നടക്കുന്നത്.